ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ. സംഭവത്തിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജനശക്തി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് ചൂരൽമല ദുരന്തം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുന്നു. എന്നിട്ടും അവർക്ക് അർഹമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല. അവർക്ക് നഷ്ടം സംഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ പോലും കൃത്യവിലോപം നടന്നിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഈ ദുരിതം പേറണം, അതുകൂടാതെ തങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം അത് നേടിയെടുക്കുന്നതിന് അവർ പോരാട്ടം കൂടി നടത്തേണ്ടി വരുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ അർജുൻ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ കരട് ലിസ്റ്റ് പുറത്തു വന്നത് മുതൽ വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കരട് ലിസ്റ്റിൽ അനർഹരായിട്ടുള്ള നിരവധി പേരാണ് ഇപ്പോൾ കടന്നുകൂടിയിട്ടുള്ളത്. മാത്രമല്ല അർഹർ പകുതിയും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആകെ 388 കുടുംബങ്ങളാണ് ഈ കരട് ലിസ്റ്റിലുള്ളത്. പക്ഷേ യാതൊരു വിധത്തിലും ഈ ലിസ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഒരാൾ പോലും അവശേഷിക്കാത്ത, അതായത് എല്ലാവരും മരണപ്പെട്ട 17 കുടുംബങ്ങളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മാത്രമല്ല ഈ ചിലരുടെ പേരുകൾ ഈ ലിസ്റ്റിൽ ഇരട്ടിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നാളെ ഒരു സമരം ഇവർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. കളക്ടറേറ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതിൽ പറയുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. ഇവർ നേരത്തെ പറയുന്നതാണ് തങ്ങളുടെ ലോണുകൾ എഴുതി തള്ളണമെന്ന്. പക്ഷെ അതിന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ബാങ്കുകൾ ഇത്തരത്തിലുള്ള ലോണുകൾ എഴുതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പുനരധിവാസം വേഗത്തിലാക്കുക, മറ്റൊരു ആവശ്യമാണ് പുനരധിവാസം വേഗത്തിലാക്കുക. അത് പ്രധാനമായും ചെയ്യേണ്ട ഒന്നാണ് ആ പുനരധിവാസം വേഗത്തിലാക്കുക എന്നുള്ളത്. എന്നാൽ ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പോലും കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഇതുവരെയും യാതൊരു വിധത്തിലുള്ള നടപടിയും അതിൽ നടന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കരട് ലിസ്റ്റ് അടക്കം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരട് പട്ടിക അടക്കം പുറത്ത് എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മാത്രമല്ല ഈ ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്. നിരവധി പേർക്ക് തങ്ങളുടെ ഭൂമി, അവരുടെ വീടടക്കം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഇനി ജീവിക്കണമെങ്കിൽ മറ്റൊരു കൃഷിഭൂമി നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങളാണ് ഇവർക്കുള്ളത്. പ്രധാനമായും ഇവർക്കുള്ളത് ഈ ലോണുകൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ ലോണുകൾ ഒന്ന് തള്ളുക, അല്ലെങ്കിൽ ഇത്രത്തോളം ലോണുകൾ ഉണ്ട്, എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലോണുകൾ തള്ളുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. മാത്രമല്ല ഇവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം, വിവിധ സ്ഥലങ്ങളിൽ ഇവർ താമസിക്കുന്നു. ഈ വാടക വീടുകളിൽ താമസിക്കുന്നു. സർക്കാർ കൊടുത്ത വാടക വീടുകളാണ്. പക്ഷേ പലർക്കും ഇപ്പോഴും ഈ പണം കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ താമസിക്കുന്നത് തന്നെ പലരും താമസിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നിരവധി സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. ശരി അർജുൻ, ഈ ദുരിതം പേറണം, ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടവരാണവർ. അതിനിടയിൽ പുനരധിവാസം പോലും സാധ്യമാകുന്നില്ല. ആ പട്ടികയിൽ പോലും കൃത്യമായൊരു പട്ടിക തയ്യാറാക്കാൻ പോലും ഉദ്യോഗസ്ഥർക്കാകുന്നില്ല. അതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വരുന്നു, അത് കൃത്യമല്ലെന്ന ആരോപണം വരുന്നു. ഏതായാലും വലിയ ദുരിതത്തിൻ്റെ നടുവിൽ തന്നെയാണ്. ആ ഉരുൾപൊട്ടലുണ്ടായി ജീവൻ, വീടുകൾ എല്ലാം എടുത്തു പോയിട്ടും അവരിപ്പോഴും എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. അവർക്കൊരു ആശ്വാസമാകാൻ സർക്കാരിനോ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നതിന് ഇതിൽ പരം വലിയൊരു തെളിവ് എന്ത് വേണം എന്ന ചോദ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.